ആദ്യം നമ്മൾ ഒരു വര വരയ്ക്കുക. പിന്നെ അതിന് ചെവിടിന് വേണ്ടിയിട്ടുള്ളൊരു വര മീതയ്ക്കും താഴ്ത്തിക്കും വരയ്ക്കുക. പിന്നെ ഒരു വര വീതയ്ക്കും വീണ്ടും താഴ്ത്തിക്കും വരയ്ക്കുക. എന്നിട്ട് ഈ രണ്ട് ചെവിയും തമ്മിൽ കൂടിയിട്ട് കൂട്ടിമുട്ടിക്കുക. പിന്നീട് നമ്മൾ ചെവിടിന് വേണ്ടിയിട്ട് 2 വര കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഒരു കണ്ണ് കറുപ്പ് കളറിൽ, പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു കണ്ണ് കറുപ്പ് കളറിൽ. അതിന് ശേഷം ഇനി നമ്മൾ കറുപ്പ് നല്ലോണം വട്ടത്തിലാക്കി എടുക്കുകയാണ്. പിന്നെ ഒരു മൂക്കാണ് വരയ്ക്കേണ്ടത്. മൂക്ക് വരച്ച് കറുപ്പിച്ചതിന് ശേഷം താഴത്തോട്ട് വായ വരയ്ക്കുകയാണ്. ഇനി ചെവിടിൻ്റെ സൈഡിലായിട്ട് ഇയർഫോണിന് വേണ്ടിയിട്ടുള്ള ഡ്രംസ് വരയ്ക്കുകയാണ്. 2 സൈഡിലും വരയ്ക്കുക. അതിനുശേഷം മുകളിൽ കൂടെ പോയിട്ട് ഈ 2 സൈഡും കൂട്ടിമുട്ടിക്കുക. പിന്നെ കൈയും കാലും വരയ്ക്കുക. അവസാനം ആകുമ്പോഴേക്കും എൻ്റെ കൈയും കാലും ഒന്ന് ചെരിഞ്ഞു. ഇതാണ് പൂച്ച. ഇനി അടുത്തത് നമ്മൾ വലിയൊരു വട്ടം, ചെറിയൊരു വട്ടം വരയ്ക്കാം. ഇച്ചിരി സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് ഇരിക്കണത് വെച്ചെങ്കിലും നമുക്കതിൽ കണ്ണ് വരയ്ക്കണതും പിന്നെ ഒരു പ്രത്യേക തരത്തിൽ മൂക്കും വായും വരയ്ക്കണതും കാണാൻ പറ്റും. ഇനി ഒരു ചെവി വരയ്ക്കുക. അതിന് ശേഷം അടുത്ത ചെവി വരയ്ക്കുക. എന്നിട്ട് ഈ 2 ചെവിയുടെ സെൻറ്ററിലായിട്ട് ഒരു തൊപ്പി വരയ്ക്കുക. എന്നിട്ട് തൊപ്പിയുമേ സ്റ്റാറുകൾ നമുക്ക് വരയ്ക്കാം. ഇത് കളറിലും വേണമെങ്കിൽ വരയ്ക്കാം. കളറിൽ വരയ്ക്കുമ്പോൾ തൊപ്പി വേണമെങ്കിൽ നമുക്കൊരു പർപ്പിൾ കളറിൽ കൊടുക്കാം. ഇനി 2 സൈഡിലുമായിട്ട് പൂച്ചയ്ക്ക് വിസ്കറുകൾ വരയ്ക്കുകയാണ്, മീശ. അതിന് ശേഷം നമ്മൾ പൂച്ചയുടെ ബോഡി വരയ്ക്കുകയാണ്. 2 കൈ, 2 കാല്, പിന്നെ ഒരു കയ്യിലായിട്ട് ഒരു മാജിക് വാണ്ട്. അപ്പോൾ നമ്മുടെ മാജിക് പൂച്ച റെഡി.